ഏതെങ്കിലും കമ്പനിയിലെ ഒരു ചെറിയ HR മിസ്റ്റേക്ക് കാരണം ലക്ഷങ്ങളുടെ പെനാൽറ്റിയോ നിയമക്കുരുക്കോ ഉണ്ടായേക്കാം എന്നറിയാമോ? ഇന്ത്യയിലെ ലേബർ നിയമങ്ങളെക്കുറിച്ച് ഒരു HR പ്രൊഫഷണൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാന കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 4 പുതിയ ലേബർ കോഡുകളാണ്. ഇതില് ഫസ്റ്റ് വൺ, കോഡ് ഓൺ വേജസ് പ്രകാരം ഒരു ജീവനക്കാരന്റെ ബേസിക് സാലറിയും DAയും ടോട്ടൽ CTCയുടെ കുറഞ്ഞത് 50% എങ്കിലും ആയിരിക്കണം. അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ഇത് പ്രകാരം ഫിക്സഡ് ടേം കോൺട്രാക്ട് ജീവനക്കാർക്ക് വെറും 1 വർഷം കഴിഞ്ഞാൽ തന്നെ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്, ഇതിനെല്ലാം കുറിച്ച് ഒരു HR പ്രൊഫഷണലിന് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തേത്, 10 അതിലധികമോ ജീവനക്കാരുള്ള കമ്പനികളിൽ പോഷ് ആക്ട് പ്രകാരം ഇന്റേണൽ കംപ്ലയന്റ് കമ്മിറ്റി നിർബന്ധമാണ്. കൂടാതെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ച് 80 ദിവസം ജോലി പൂർത്തിയാക്കിയ വനിതകൾക്ക് 26 ആഴ്ചത്തെ ശമ്പളത്തോടു കൂടിയ അവധി നൽകണം അവരുടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട്. 50-ൽ കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ ഓഫീസിൽ ക്രഷ് സൗകര്യം, അതായത് ശിശു സംരക്ഷണ കേന്ദ്രം എന്ന് പറയും, ഇതുണ്ടായിരിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്, 20-ൽ കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ EPF രജിസ്ട്രേഷനും 10-ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ESI രജിസ്ട്രേഷനും നിർബന്ധമാണ്. ഇതിൽ വരുത്തുന്ന ചെറിയ വീഴ്ച പോലും വലിയ ഫൈൻ വാങ്ങിത്തരും. ഇനി നാലാമതായിട്ട്, ആഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതൽ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത്. നിയമങ്ങൾ പാലിക്കുന്നത് കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടും. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്